Hello, my dear beautiful boys and beautiful girls. Is it happy? I am here, Joby. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന COVID-19, അതായത് ഈ കോവിഡിന് എത്രയും പെട്ടെന്ന് അയാളുടെ ശരീരത്തിൽ അത് വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രതിരോധം എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള രീതികൾ ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അതായത് ഒരു ദിവസം കൊണ്ട് കണ്ടെത്തുന്ന, 2 ദിവസം കൊണ്ട് കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ പരിശോധനയുടെ പല പല ഘട്ടങ്ങൾ. അപ്പോൾ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വെറും 30 മിനിറ്റ് കൊണ്ട്, അരമണിക്കൂർ കൊണ്ട് ഒരാൾക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു ഉഗ്രനൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ടെസ്റ്റ് കിറ്റിന്റെ കാര്യമാണ്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് അരമണിക്കൂർ കൊണ്ട് കോവിഡ് ഉണ്ടോ എന്ന്, പ്രത്യേകിച്ച് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നിൽ കൂടെ തന്നെ അരമണിക്കൂർ കൊണ്ട് കോവിഡ് ടെസ്റ്റ് എങ്ങനെ നടത്തിയത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തെളിയിക്കുന്ന ഒരു ഉഗ്രൻ എപ്പിസോഡാണ്. ഓക്കെ ഗൈസ്, ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്ക് അതിലേക്ക് കിടക്കാം. അതിനു മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വായലങ്കാരൻ. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് കിടക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. മറ്റൊന്നുമല്ല, ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ജിക് വിക്ക് എന്നതാണ്. ജിക് വിക്ക് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് എന്താണ് ജിക് വിക്ക്. ഒരു ഫണ്ണായിട്ട് തരത്തിലുള്ള ഒരു അടിപൊളി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. നമുക്ക് കമ്പയർ ചെയ്യുവാണെങ്കിൽ, ഏകദേശം പറയാൻ പറ്റുവാണെങ്കിൽ, ടിക്ടോക്കിൻ്റെ മറ്റൊരു വേർഷൻ ടൈപ്പ് ഓഫ് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയാം. ഇതൊരു മലയാളികളുടെ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വേണ്ടി തന്നെ നിർമ്മിച്ചേക്കുന്ന അടിപൊളിയായിട്ടൊരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത, രണ്ട് പ്രത്യേകത, നല്ല എടുത്തു പറയത്തക്ക രണ്ട് പ്രത്യേകതയാണ്. അത് അടിപൊളിയായിട്ടുള്ള പ്രത്യേകതയാണ്. ഒന്നാമത്തെ കാര്യം, 1.5 മിനിറ്റ് വരെയുള്ള വീഡിയോ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. സാധാരണ ടിക്ടോക്കിൻ്റെ അത് 30 സെക്കൻഡ്, റീലിൻ്റെ അകത്തൊക്കെയുള്ള 60 സെക്കൻഡ് വരെ മാക്സിമം ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1.5 മിനിറ്റ് വരെ നിങ്ങളുടെ എന്ത് ക്രിയേറ്റിവിറ്റി വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അടിപൊളിയായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇമേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇമേജും വീഡിയോയും ഒരേപോലെ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഇതുവരെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വെറൈറ്റി കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാറുള്ളൂ. വീഡിയോയും അതോടൊപ്പം തന്നെ ഇമേജും, പിന്നെ മറ്റു നിരവധി അപ്ഡേഷൻ ഉടൻ തന്നെ വരാൻ പോവാണ്. ഈ അപ്ഡേഷൻ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ മലയാളികൾക്ക് നമ്പർ 1 ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ജിക് വിക്ക് എന്ന ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ജിക് വിക്ക് ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് അപ്ലോഡിംഗ് ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇതിന് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതുവഴിയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങോട്ട് താമസിക്കണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഇൻസ്റ്റന്റ് കിറ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ കിറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം പ്രഗ്നൻസി കിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രഗ്നൻസി കിറ്റ് നമുക്കറിയാം. നമ്മൾ അതിൻ്റെ അകത്ത് പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവരുടെ യൂറിൻ 1-2 ഡ്രോപ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും അവർ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. കാരണം ആ സെയിം മെത്തേഡിലുള്ള സെയിം സാധനം ഉപയോഗിച്ച് തന്നെയാണ് എനിക്ക് ഇന്ന് ഈ കോവിഡ് ഈ സമയത്തുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ കിറ്റിൻ്റെ കവറോട് കൂടിയ ഒരു പോർഷനാണിത്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്ര മാത്രമാണ്. 4 സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന്, ഇതാ, നമുക്ക് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ഇതാണ് മെയിൻ ടെസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മൾ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഡ്രോപ്പ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യുന്ന ആ ഒരു ടെസ്റ്റർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻസി അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേപോലെ തന്നെയുള്ള സാധനം. ഇനി ബാക്കി നമുക്ക് ചെയ്യേണ്ടത്, ഇത് ഒരു സൊല്യൂഷനാണ്. ഇത് ആ സൊല്യൂഷൻ ഒഴിക്കാനുള്ളത്. ഇതുപയോഗിച്ച് മൂക്കിൽ നിന്ന് നമ്മൾ ദ്രവം എടുക്കുകയാണ്. അതിനുശേഷമാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന നിലയിൽ നമുക്കിത് ഈ ഒരു ലിക്വിഡ് നമുക്ക് എടുക്കാം. ഈ ലിക്വിഡ് ഒഴിക്കാനുള്ള ചെറിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 6 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിക്കാം. 1 2 3 4 5 6 6 ഡ്രോപ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു 8 മിനിറ്റ്. അതിനുശേഷം ഇതും ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ആവശ്യം നമ്മുടെ സോപ്പ് എടുക്കുന്ന ഇതാണ്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. എടുത്ത ശേഷം നമുക്ക് സോപ്പ് കളക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മൂക്കിലേക്ക് നമുക്കിടാം. ഏകദേശം ഒരു 10 തവണ ഒരു സൈഡിൽ, രണ്ടാമത്തെ തവണ 10 തവണ ഈ സൈഡിലുമായിട്ട് ഇളക്കി കൊടുക്കണം.
ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു പണിയാണ് സത്യം പറയുകയാണെങ്കിൽ. ഇളക്കുമ്പോൾ നമുക്കുള്ള ഇറിറ്റേഷൻ നമുക്കറിയാം, അതുപോലെ തന്നെയുള്ള ഇറിറ്റേഷനാണ് ഇപ്പോൾ എനിക്ക് സംഭവിച്ചേക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല, കാരണം നമുക്ക് ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ 10 തവണ ചെയ്തിട്ടുണ്ട്. ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട, ഇനി നമുക്ക് ഈ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ആ ലിക്വിഡിലേക്ക് ഈ സോപ്പ് കറക്റ്റായിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നേരത്തെ നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ലിക്വിഡ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ശരിക്ക് താത്തി വെക്കാം. അതിനുശേഷം ലിക്വിഡ് പൂർണ്ണമായിട്ടും ഈ ഒരു പഞ്ഞിയിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, കാരണം ലിക്വിഡ് നമ്മുടെ ഈ പഞ്ഞിലേക്ക് പൂർണ്ണമായിട്ട് വരണമെങ്കിൽ മാത്രമേ ഇത് ശരിക്കും വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സോപ്പ് ഇതേപടി തന്നെ ഇത് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ക്യാപ്പ് വെച്ച് നമുക്കിത് അടയ്ക്കാം. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മുടെ ഈ ഒരു ലിക്വിഡ് ഡയറക്റ്റായിട്ട് ഇവിടെ ഒഴിച്ചു കൊടുക്കണം. 2 തുള്ളി മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, 2 ഡ്രോപ്പ് ഒഴിക്കുക. അതിനുശേഷം നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ 2 ഡ്രോപ്സ്, 1 2. അപ്പോൾ ഞാൻ 2 ഡ്രോപ്സ് ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. 2 ഡ്രോപ്സ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ്. ഇത് നമുക്ക് കാണാം, ഇവിടെ ഒഴിച്ചേക്കുന്ന ആ ലിക്വിഡ് കറക്റ്റായിട്ട് ഇവിടം വരെ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് എന്ന് വെച്ചാൽ നമുക്കിവിടെ സി എന്ന് കാണുന്ന ഒരു പോർഷനിൽ ഒരൊറ്റ ലൈൻ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു, അതായത് കോവിഡ് നെഗറ്റീവാണ് ആൾക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ കാണിക്കുന്നത്. ഒരു വര വന്നു കഴിഞ്ഞാൽ ഈ ടീയുടെ എവിടെയും കൂടെ, അതായത് സിയുടെ എവിടെയും ഈ ടീയുടെ എവിടെയും കൂടെ വര വന്നു കഴിഞ്ഞാൽ, അതായത് മൊത്തം 2 വര വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കോവിഡ് പോസിറ്റീവ് ആണ് എന്നാണ് കാണിക്കുന്നത്. ഇനി ഇൻ കേസിൽ ഈ ടീയുടെ അവിടെ മാത്രമാണ് വര വന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു നമ്മൾ ടെസ്റ്റ് ചെയ്തേക്കുന്ന ഈ ഒരു കാര്യം അത് ശരിക്കും ഫങ്ഷൻ ആയിട്ടില്ല, അതുകൊണ്ട് റീടെസ്റ്റ് ചെയ്യണമെന്നാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം, അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം, ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സീഡ് എവിടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീഡ് എവിടെ മാത്രമേ ഒരു റെഡ് ലൈൻ നമുക്ക് കാണാനുള്ളൂ, കണ്ടല്ലോ. അപ്പോൾ ഈ ലൈന് ഈ ടീയുടെ എവിടെയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കോവിഡ് പോസിറ്റീവ്, അതായത് എനിക്ക് കോവിഡ് പോസിറ്റീവ് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. COVID-19 നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ, വീട്ടിലിരുന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് കിറ്റാണിത്. അപ്പോൾ കണ്ടല്ലോ എൻ്റെ COVID-19 ടെസ്റ്റ് റിസൾട്ട്. സത്യം പറഞ്ഞാൽ മൂക്കിൻ്റെ അത് ഇത് ഇടുമ്പോൾ ഉള്ള അവസ്ഥ മാറുക തന്നെയാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ എന്തായാലും നമ്മൾ ചെയ്തതേ പറ്റുള്ളൂ, എന്ത് ചെയ്യാനാണ്. അപ്പോൾ എൻ്റെ റിസൾട്ട് നെഗറ്റീവാണ്. സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ട് തന്നെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ തവണയും ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്നാൽ ഇനി ഇത് മേടിക്കുന്ന കാര്യം ആർക്ക് വേണമെങ്കിലും ഇത് ഓൺലൈനിൽ നിന്ന് മേടിക്കാവുന്നുള്ളൂ. നിങ്ങൾ ഗൂഗിൾ ടൈപ്പ് ചെയ്യുന്നത് ഈ രീതിയിൽ ടൈപ്പ് ചെയ്യുക, അതായത് COVID-19 ഇൻസ്റ്റൻറ്റ് ടെസ്റ്റ് കിറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കമ്പനികളുടെ ഇതുപോലുള്ള കിറ്റുകൾ നമുക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ മേടിച്ചതും ഓൺലൈനിൽ കൂടെ തന്നെയാണ്. ഏകദേശം ഒരു ഇവിടുത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 18 പൗണ്ടാണ്. അത് ഏകദേശം ഒരു രൂപ ഇന്ത്യൻ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 1800 രൂപയോളം വരും. പക്ഷേ ഇന്ത്യയിലൊക്കെ ഇത് ലഭ്യമാണ് ഇപ്പോഴും, എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഇത്രത്തോളം വില ഉണ്ടാവില്ല, ഇതിലും വളരെ താഴ്ന്ന വിലയായി കാണുകയുള്ളൂ. ഓക്കെ, താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും മേടിച്ച് നമുക്ക് ഏവർക്കും ഇഷ്ടം പോലെ ഏത് സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. കാരണം ഷെയർ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം മറ്റുള്ളവരിലേക്ക് ഈ ഒരു നല്ല അറിവ് മറ്റുള്ളവരിലേക്ക് എത്രത്തോളം എത്തിക്കാൻ സാധിക്കും അത് വളരെ ഗുണം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വയലെങ്കിൽ. അതുവരേക്കും ഷോർട്ട്.